ഇന്ന് നമ്മളെ ഒരു 5 കിലോ വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് അച്ചാറിന് നമുക്ക് ഓർഡർ ഉണ്ട്, വെളുത്തുള്ളി അച്ചാറിനും ഫിഷ് അച്ചാറിനൊക്കെ ഓർഡർ ഉണ്ട്. അപ്പോൾ ഞാൻ അതിലേറെ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ ന്യൂട്രിലഡോൻ്റെ. അപ്പോൾ അതിൻ്റെ കൂടെ അച്ചാർ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്. ഹോം മെയ്ഡ് പിക്കിൾ എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഹോം മെയ്ഡ് മാത്രം വാങ്ങിക്കണവരുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് തൊലി കളഞ്ഞു കിട്ടും കേട്ടോ. തലേ ദിവസം പറയണമെന്നുള്ളൂ. നമ്മൾ ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 5 കിലോ വാങ്ങിച്ചിട്ടുണ്ടേനും. അപ്പോൾ വെളുത്തുള്ളി കൊണ്ടുവരിക, കഴുകുക, അച്ചാറിടുക, അത്ര പണിയുള്ളൂ കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി തൊലി കളയാൻ എല്ലാവർക്കും മടിക്കാറില്ല, എനിക്കും മടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി തൊലി കളഞ്ഞതൊക്കെ കിട്ടിയപ്പോൾ കഴുകി ഞാൻ വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകൊക്കെ ചതച്ച് വെച്ചു. പിന്നെ മസാലപ്പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് അച്ചാറിടാം കേട്ടോ. അപ്പം ഞാൻ ഉരുളിക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാ നമ്മൾ വെളുത്തുള്ളി ഒന്ന് അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ചാറൊക്കെ പലരും പല രീതിയിലാവും ഉണ്ടാക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഇതേപോലെയാണ്. ചിലർ വെളുത്തുള്ളി ആവി കയറ്റിയിട്ടൊക്കെ വേവിച്ചെടുക്കും. അപ്പോൾ ഞാനും അതേപോലെയൊക്കെ പരീക്ഷിച്ച് നോക്കട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഞാൻ പിന്നെ പുറത്തേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ വെളുത്തുള്ളി അച്ചാർ ഇട്ടപ്പോഴാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പം പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാനും അച്ചാർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കെമിക്കലോ ഒന്നും യൂസ് ചെയ്യാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് പിക്കിളാണ് കേട്ടോ. ഇപ്പം നമ്മൾ കയ്യിൽ വെളുത്തുള്ളി അച്ചാറും ബീഫ് അച്ചാറും അതേപോലെ തന്നെ മീനച്ചാറും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ വെളുത്തുള്ളി അച്ചാറൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. റെസിപ്പിയും കാര്യങ്ങളൊക്കെ വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ എന്നോട് പലരും പറയുന്നതാണ്, നിങ്ങളിങ്ങനെ റെസിപ്പിയൊക്കെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരങ്ങ് അടുത്തുനിന്ന് അച്ചാർ വാങ്ങാൻ എല്ലാവരും ഉണ്ടാക്കൂലേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ വിചാരിക്കണം എന്താ വെച്ചാൽ എനിക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടും, ഓർക്ക് കിട്ടുന്നത് ഓർക്കും കിട്ടട്ടെ, അങ്ങനെ. അപ്പോൾ അച്ചാർ എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അച്ചാർ പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു വലശാൾ ഇട്ട് വെച്ചൊക്കെയാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണിത് ബോട്ടിലൊക്കെ ആക്കുന്നത്. അല്ലാതെ പാത്രം കൊണ്ട് അടച്ചു വെക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു നീരാവിയൊക്കെ ഇറങ്ങിയിട്ട് വെള്ളത്തിൻ്റെ നനവുണ്ടാവും അച്ചാറിൽ. അപ്പോൾ പെട്ടെന്ന് പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 300 ഗ്രാം അച്ചാറാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ 250 ഗ്രാം അച്ചാറിൻ്റെ ക്യാഷ് ഞാൻ വാങ്ങിക്കണുള്ളൂ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി. പിന്നെ ഇത് ഫിഷ് അച്ചാറാണ്, അതും അതേപോലെ ബോട്ടിലാക്കിയിട്ടുണ്ട്. പേദലമീൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ന്യൂട്രിലഡും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ന്യൂട്രിലഡും എല്ലാവർക്കും കഴിക്കട്ടോ. നമ്മളെ വയസ്സറിയിക്കുന്ന പെൺകുട്ടികൾക്കും അതേപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. വളർച്ചക്കും അതേപോലെ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം. രാവിലെയും വൈകുന്നേരമൊക്കെ നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കട്ടോ. ബ്ലഡ് കൗണ്ട് കൂടാനും പ്രതിരോധ ശേഷി കൂടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക.